ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസിലേനി നമ്മൾ ലാസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഇത് കാണേണ്ടത്. ഇത് ഒരു റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആകും ഈ വീഡിയോ. കാരണം ഞാൻ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ വീഡിയോ ഫീച്ചേഴ്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് BTSനെ കുറിച്ചാണ്. അതായത് ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസ്. ഞാൻ സൈലത്തിൽ അവിടുത്തെ ഓൺലൈൻ സ്റ്റുഡൻസാണ്. അതോടൊപ്പം ഞാൻ BTSനും ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം സൈലത്തിലെ എക്സാം സെൻറ്റർ എൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ്, നല്ല ട്രാവൽ ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്തിൻ്റെ ഇത് നോക്കിയിട്ട് ആണ് ഞാൻ ബ്രില്യൻ്റ് അടുത്ത സെൻറ്ററുണ്ട്, അപ്പോൾ പെട്ടെന്ന് പോയി വരാമെന്നുള്ള അതുകൊണ്ടാണ് BTS ചൂസ് ചെയ്തത്. നിങ്ങൾക്കും അതുപോലെ പ്രോപ്പറായി കണ്ട് എക്സാമൊക്കെ കിട്ടണമെങ്കിൽ BTSൽ ജോയിൻ ചെയ്താൽ കിട്ടും. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ 1 വീക്കായി ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് കിട്ടും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈവ് ക്ലാസ് ആണോ, റെക്കോർഡ് ക്ലാസ് ആണോ, അതുപോലെ തന്നെ എക്സാം ഓൺലൈനാണോ ഓഫ്ലൈനാണോ ഉണ്ടാവുക, പിന്നെ ഫീസ്, അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസ് ഉണ്ടാവുക, അതുപോലെ അവിടുത്തെ ടൈം ടേബിൾ, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് 2 ആപ്പാണ് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് 2 ആപ്പ് ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഞാൻ ബ്രില്യൻ്റ് പാല ലേണിംഗ് ആപ്പാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിലാണ് നമുക്ക് ക്ലാസ്സൊക്കെ വരുന്നത്. ക്ലാസ്സൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ എടുക്കുക. അപ്പോൾ അത് കണ്ടോ, നീറ്റ് റിപ്പീറ്റേഴ്സ് BTS 2025 എന്ന് പറഞ്ഞൊരു ഫയൽ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെക്ചർ വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി ലെവൽ എക്സാം ക്വസ്റ്റ്യൻസും ഉണ്ട്. ഫസ്റ്റ് ഞാൻ ലെക്ചർ വീഡിയോസ് കാണിച്ചു തരാം. ഫിസിക്സ് എടുത്ത് കാണിച്ചതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എടുക്കുക. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഉണ്ട്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ബ്രില്യൻറ്റിലെ കഴിഞ്ഞ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ 2024 ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സാണ് നമുക്ക് 2025 BTS സ്റ്റുഡൻസിന് അവർ അപ്ലോഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഞാൻ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഇതും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ ബാങ്കും ഇതിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഫിസിക്സ് എടുക്കുക. അതിൽ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എടുത്ത് അപ്പോൾ ഇതിൽ എക്സാം ലെവൽ 1, എക്സാം ലെവൽ 2, 3, 4 അങ്ങനെ ലെവലായി കണ്ട് ഓരോ എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി അനുസരിച്ച് നമുക്ക് ഇതിൽ തരം തിരിച്ചിരിക്കുന്നു. ഇനി നമുക്കൊന്ന് ലെവൽ 1 ഓപ്പൺ ചെയ്താൽ അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാ ലെവൽ 2ലും ഉണ്ടാവും. ഇതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ബാങ്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ നമുക്ക് എക്സാം എഴുതി നോക്കാവുന്നതാണ്. ഇതാണ് ലേണിംഗ് ആപ്പിലെ ഫീച്ചേഴ്സ് കിട്ടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് എക്സാം കഴിഞ്ഞാൽ റിസൾട്ട് അനാലിസിസും ഇതിൽ കിട്ടുന്നതാണ്. അത് വേറെ ആപ്പിലാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമൊക്കെ എഴുതുന്ന ആപ്പിലേക്ക് പോകാം. ഇതിലാണ് നമുക്ക് എക്സാമൊക്കെ എഴുതൽ. നമുക്ക് PDF എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ PDF ഒക്കെ നമുക്ക് ഇതിലാണ് കിട്ടുന്നത്. ഈ ലേൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, BTS എടുക്കുക. ഇതിൽ ഓൺലൈൻ എക്സാമിനേഷൻ എന്നുള്ളിടത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ചെയ്യും എക്സാമിൻ്റെ. അതിൽ നമുക്ക് കയറി എക്സാം എഴുതാവുന്നതാണ്. അതിൻ്റെ നമുക്ക് മെസ്സേജ് ആയിക്കാണ്ടും നമ്മുടെ സ്കോർ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ആൻസർ കീൻ്റെ സൊല്യൂഷനും PDF ഒക്കെ നമുക്ക് ഈ ഫയലിൽ കിട്ടുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ മൂന്നാമത്തേതിൻ്റെ ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭ്യമാണ്. ഇതാണ് ആപ്പിൻ്റെ ഫീച്ചേഴ്സായി പറയാനുള്ളത്.
അപ്പോൾ ഡൗട്ടുള്ളത് ലൈവ് ക്ലാസ് ആണോ റെക്കോർഡ് ക്ലാസ് ആണോ എന്നാണ്. നമുക്ക് BTS ലൈവ് ക്ലാസ് ഇല്ല, റെക്കോർഡ് ക്ലാസ്സാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഫീസിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഫീസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഫീസിൻ്റെ ആണ്. മെറ്റീരിയൽ കൂട്ടിക്കാണ്ട് ഞാൻ മെറ്റീരിയൽ ഇല്ലാതെ തന്നെ എടുത്തത്, കാരണം എൻ്റെ അടുത്ത് തന്നെ മെറ്റീരിയൽ കഴിഞ്ഞ ഇയർത്തുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ എടുത്തത്, അതായത് 6000 പിന്നെ 3000 പ്ലസ് GST ഉള്ളത്. അത് ടോട്ടൽ എനിക്ക് 10,620 വന്ന്. ഞാൻ മെറ്റീരിയൽ കൂട്ടിയിട്ട് കേട്ടോ. മെറ്റീരിയൽ കൂട്ടുകയാണെങ്കിൽ 9,000 കൂടി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ 10,620 അതാണ് എടുത്തത്. ഇനി അടുത്ത സംശയം ഉണ്ടാകുന്നത്, അതായത് എക്സാം ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്ന്. ഇപ്പോൾ കറൻ്റിലി വീക്കിലി ശനിയാഴ്ച NCERT എക്സാം ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ടൈം ടേബിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു എക്സാമിനുള്ള സബ്ജക്റ്റാണ്, അതായത് ചാപ്റ്ററാണുള്ളത്. അതിൽ ഓരോ വീക്കിലി എക്സാം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ശനിയാഴ്ച 1 മണിക്കൂറിൻ്റെ എക്സാം ഉണ്ടാവില്ല. 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. പിന്നെ പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച ഒരു 2 മണിക്കൂറിൻ്റെ നീറ്റ് മോഡൽ എക്സാം ഉണ്ടാവും. 120 ക്വസ്റ്റ്യനാണ്. അന്ന് രാത്രി തന്നെ നമുക്ക് റിസൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടിയാൽ കാണിക്കുന്ന റിസൾട്ട് അനാലിസിസിൻ്റെ ഒരു ലൈവ് ഉണ്ടാവും. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ആ ലൈവ് ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് റാങ്കൊക്കെ ആരാന്ന് അറിയാൻ, പിന്നെ നമ്മുടെ മാർക്കൊക്കെ അവർ SMS ആയിക്കൊണ്ടും വരുന്നുണ്ട്, നമ്മുടെ സ്കോറൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഓഫ്ലൈനായി വരുന്നത് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററൊക്കെ തീരാനാകുമ്പോൾ, അതായത് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓഫ്ലൈൻ അവിടെ പോയി വീക്കിലി എക്സാമൊക്കെ ഉണ്ടാവുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ പോയി നമുക്ക് അവരുടെ റിപ്പീറ്റേഴ്സിൻ്റെ സെൻറ്ററിൽ പോയി നമുക്ക് എഴുതാവുന്നതാണ്. ഓഫ്ലൈൻ എക്സാം ഒരു നവംബർ ഡിസംബറൊക്കെ മുതൽ. അപ്പോൾ എക്സാമുമായുള്ള ഡൗട്ടും തീർന്നെന്ന് വിചാരിക്കുന്നു. അടുത്തതായി അപ്പോൾ എല്ലാ കാര്യങ്ങളായി എന്ന് വിചാരിക്കുന്നു. ഇനി ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തതെന്ന് പറഞ്ഞുതരാം. നമുക്ക് അവരുടെ ബ്രില്യൻ്റ് പാരാന്ന് ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് അവരുടെ സൈറ്റ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ BTS എന്ന് പറഞ്ഞൊരു ഫയൽ കാണാൻ പറ്റും. അതിൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ മതി, ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. BTS 2025 ഒരു ഫയൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ID ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒന്ന് സ്റ്റുഡൻറ്റിൻ്റെ ID ക്രിയേറ്റ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ഈ 1 ഇയർ മുഴുവനും ഈ ID വെച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സൊക്കെ ആപ്പൊക്കെ ലോഗിൻ ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്താൽ വിത്തിൻ 3 ഡേയ്സിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നതാണ്. ഞാൻ 3ാമത്തെ ദിവസം തന്നെ എനിക്ക് ജോയിൻ ആയിരുന്നു ആപ്പിൽ പേ ചെയ്തതിന് ശേഷം. അപ്പോൾ BTSുമായുള്ള എല്ലാ ഡൗട്ടും തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇതിന് പാർട്ട് 1 കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അഡ്മിഷന് നോക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.